ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഓംസ് ലോയും സ്ക്രൂ ഗേജും വെർനിയറും രണ്ട് ഹെലിക്കലും ചെയ്തു, കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. എന്താണ് സിമ്പിൾ പെൻഡുലം? അപ്പോൾ പറയുമ്പോൾ എപ്പോഴും നോർമലി ചെയ്യുന്നവർ നിങ്ങൾ 90 വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ലെങ്ത് കൂടിയാലും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. കാരണം ഇൻക്ലൂഡിങ് വൈവ ക്വസ്റ്റ്യൻ അടക്കം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് വീഡിയോയുടെ ഇടയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്ലാൻ ആദ്യം പറയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് എയിം എന്താണ്, ആ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഓർ തിയറി എന്താണെന്ന് പഠിക്കുക. പിന്നെ ആ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുക, ഡെമോൺസ്ട്രേഷൻ കാണിച്ചതും അത് റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതിന്റെ കാൽക്കുലേഷൻ, ഗ്രാഫ്, ഈവൺ ലാസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ ഫൈനലി SI യൂണിറ്റിൽ റിസൾട്ട് വരുന്ന കാര്യം വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ എയിം എന്നുള്ള കാര്യമാണ്. അപ്പൊ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് +1 തിയറി റിലേറ്റ് ചെയ്യുന്ന ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അത് വരുന്നത്. അല്ല അതിന്റെ തിയറി കാര്യങ്ങളൊക്കെ അല്ല ഈ ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് ഓസിലേഷൻ SHM-ന് ഒരു ബെറ്റർ എക്സാമ്പിൾ എക്സിക്യൂട്ടിംഗ് SHM. അപ്പൊ ഇതിൽ പഠിക്കുക SHM ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു എക്സ്പെരിമെന്റ് ഒരു ഡിവൈസ് ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക സിമ്പിൾ പെൻഡുലം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് എന്നാണ്. അപ്പൊ ഞാനിവിടെ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ലാബിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് എയിം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അത് തരും, അതുപോലെ കോപ്പി ചെയ്യുക. സമയം അധികം കാണുന്നില്ല, ടൈം കാണാതെ ഡിലേ വരുത്താതെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പെരിമെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ കാര്യങ്ങൾ റെക്കോർഡ് ഫോർവേഡ് റെക്കോർഡ് വെച്ചിട്ടുണ്ട്, റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ റെക്കോർഡ് വെച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് കാര്യമാണ്. ഒരു ഇക്വേഷൻ ആദ്യം പറഞ്ഞുതരാം. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ G is equal to 4π² into L/t². ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് വെച്ച് കാണിച്ചു, ഇപ്പൊ ഔട്ട്ലൈൻ പറഞ്ഞതാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റിൽ ഓസിലേഷന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഓരോ ഡിഫറെന്റ് ലെങ്ത്തിൽ എന്ത് കണ്ടുപിടിക്കണം? ടൈം അല്ല, ടൈം പീരീഡ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുക? അപ്പൊ ഓരോ ലെങ്ത് എടുക്കുക, അപ്പൊ അതിൽ നിന്നും നമുക്ക് ടൈം കണ്ടുപിടിച്ച് ടൈം പീരീഡ് എടുക്കണം. ഓക്കെ. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് ആ ഒരു ഔട്ട്ലൈൻ ആദ്യം പറഞ്ഞു തരാം, അതിനുശേഷം റെക്കോർഡ് വെച്ചിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഒരു സിമ്പിൾ പെൻഡുലം അറേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഒരു ഹാങ്ങർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ബോബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇത് കാണാൻ പോകണം. ഓക്കെ, ഒരു ബോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യുന്ന കേസ്. അപ്പൊ ഈ ലെങ്ത് മെഷർ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഈ ഒരു ഇത് കണ്ടോ, സസ്പെൻഡ് ചെയ്യും, ഇവിടെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഉണ്ടാകും. ഇവിടെ ഒരു പോയിന്റ് ഓക്കെ ഇവിടെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും എവിടത്തേക്കാണ് ലെങ്ത് മെഷർ ചെയ്യുന്നത് അറിയോ? ഈ ബോബിന്റെ സെന്ററിലേക്കാണ്, ബോബിന്റെ സെന്ററിലേക്കാണ്, താഴേക്കല്ല. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എവിടത്തേക്കാണ്? സെന്റർ. എക്സ്റ്റേണൽ വന്നിട്ട് ചോദിക്കുക, അടുത്ത നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്തേ, അതിന്റെ ബോബിന്റെ സെന്ററിലേക്കാണ്, താഴേക്കല്ല. അപ്പൊ ഒരു കാര്യം ഓർമ്മിക്കുക, നോർമലി ലാബ് ലാബ് മാനുവൽ റെക്കോർഡ് എങ്ങനെയാണ് വെച്ചാൽ L+R, ചില റെക്കോർഡുകൾ ലാബ് മാനുവൽ L-R L+R വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ L+R എന്താണെന്ന് അറിയോ? ഈ താഴേക്കില്ലേ, ഈ ബോട്ടം വരെയാണ് സ്മോൾ ലെറ്റർ L പ്ലസ് സ്മോൾ ലെറ്റർ R. ഇതിന്റെ സെന്ററിലേക്ക് എത്രയാണ്? അത് L ആണ്. അപ്പൊ സ്മോൾ ലെറ്റർ R ആരാ? ഈ ബോബിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഈ ബോബിന്റെ റേഡിയസ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. കാരണം അപ്പൊ സെന്ററിലേക്കല്ല മെഷർ ചെയ്യുന്നത്. എന്തിനാ? അങ്ങനെയല്ല, നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിലില്ലേ, മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എവിടെ വരെയാണ് മെഷർ ചെയ്യുക? താഴെ വരെ മെഷർ ചെയ്യും. അപ്പോ താഴെ വരെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? L+R. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. L+R എന്ന് പറഞ്ഞാൽ താഴെ വരെയാണ് L+R. ഇപ്പൊ എനിക്ക് 50 ഫോർ എക്സാമ്പിൾ 50 സെന്റിമീറ്റർ ആണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അപ്പൊ ലെങ്ത് വേണ്ടത് പറഞ്ഞാൽ ഇവിടെ വരെയാണ്, സെന്ററിലേക്കാണ് ലെങ്ത് വേണ്ടത്. പക്ഷെ ഞാൻ താഴേക്ക് എടുക്കുമ്പോൾ 50+ ആ റേഡിയസ് കൂടി എടുത്താൽ പോലെ. അപ്പൊ എനിക്ക് ആ റേഡിയസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഡിവൈസ് ഉപയോഗിക്കും? വെർനിയർ കാലിപ്പർ ഉപയോഗിക്കും. സദാ പോലെ എന്ത് ചെയ്യുക? ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ഇത് പെർഫെക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പിൽ ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഡയമീറ്റർ ആണ് കേട്ടോ. അപ്പൊ സ്വയം നോക്കിയാൽ മതി. അപ്പൊ എന്റെ കയ്യിലുള്ള ഞാൻ നോർമലി ചെയ്ത കേസാണിത്. അപ്പൊ ഈ വെർനിയർ ഉപയോഗിച്ച് ഇതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ 1.8 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് കേട്ടോ. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, 1.8 സെന്റിമീറ്റർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 1.8
8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ റേഡിയസ് എത്രയായിരിക്കും? 0.9 സെന്റിമീറ്റർ. ഓക്കെ, അത് നിങ്ങളുടെ ബോബിനനുസരിച്ച് മാറാട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ റേഡിയസ് എന്തിനാ കണ്ടുപിടിച്ചേ? ഞാൻ താഴേക്കാണ് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ താഴേക്ക് അത് കൂടി എടുക്കണം. അപ്പോൾ എനിക്ക് 50 സെന്റിമീറ്റർ ആണ് ലെങ്ത് വേണ്ടതെങ്കിൽ താഴേക്ക് എത്ര ഉണ്ടാകും? 50 പ്ലസ് ഈ റേഡിയസ്. ഹിയർ റേഡിയസ് ഈസ് ഈക്വൽ എത്രയാ? 0.9 സെന്റിമീറ്റർ. അപ്പൊ എനിക്ക് 50 സെന്റിമീറ്റർ ആണ് വേണ്ടതെങ്കിൽ ഞാൻ താഴേക്ക് എത്ര എടുത്തിട്ടുണ്ടാവണം? കാരണം ഇത് ഏകദേശം സെന്ററിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ താഴേക്ക് എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ താഴേക്ക് എത്ര എടുക്കണം? 50.9. അപ്പൊ താഴേക്ക് 50.9 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ബോബിന്റെ മിഡിൽ ഓർ സെന്ററിലേക്ക് എത്ര മാത്രമേ ഉണ്ടാകുള്ളൂ? 50. കാരണം എനിക്ക് സെന്ററിലേക്കുള്ള ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ താഴേക്ക് എടുക്കുന്നത് ആൻസർ തെറ്റാതിരിക്കാൻ വേണ്ടി, കാൽക്കുലേഷൻ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 50.9 സെന്റിമീറ്റർ എടുക്കുന്നു, നേരെ ഇവിടെ വെക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു 50.9 സെന്റിമീറ്റർ ആദ്യം സെറ്റ് ആക്കി വെച്ചാണ്. അപ്പൊ 50.9 സെന്റിമീറ്റർ ആണ് താഴേക്ക്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പൊ 50.9 സെന്റിമീറ്റർ ആണ് താഴേക്ക്, സെന്ററിലേക്ക് എത്രയാണ്? 50 സെന്റിമീറ്റർ. അങ്ങനെ കറക്റ്റ് ട്രൈ ചെയ്യാം. ഇതിനൊക്കെ 8 ഇവിടെ വീഴണേ. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ താഴേക്ക് 50 പോയിന്റ്, മിഡിലേക്ക് 50. കാരണം ഇത് എടുത്തത് പറയാൻ കാരണം ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ അത് ആരും മാത്രമാണ്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്. അപ്പൊ ലെങ്ത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നല്ലൊരു വേരിയേഷൻ വരും, നിങ്ങളുടെ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലെങ്ത് കറക്റ്റ് എടുക്കുക. താഴേക്ക് L+R ആണ്, മിഡിലേക്കാണ് L. അപ്പൊ റേഡിയസ് കണ്ടുപിടിച്ചു. ഹിയർ എന്റെ സിറ്റുവേഷനിൽ R 0.9 ആണ്, ഡയമീറ്റർ ആണ് 1.8 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് L എന്ന് പറഞ്ഞാൽ എന്റെ കേസിൽ ഇപ്പൊ എത്രയാണ് ഞാൻ സെറ്റ് ആക്കിയത്? 50 സെന്റിമീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ഇതൊരു എക്സ്പെരിമെന്റ് ഫുൾ ഔട്ട്ലൈൻ പറഞ്ഞതിന് ശേഷം ഇത് റെക്കോർഡ് നോക്കാം, റീഡിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്യാം. വളരെ ചെറിയ സിമ്പിൾ ഓസിലേഷൻ മതി. അപ്പൊ ഓസിലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടൈം പീരീഡ്, നമ്മൾ വെർട്ടിക്കൽ ഓസിലേഷൻ ഇതുപോലെ പറഞ്ഞതായിരുന്നു. നോർമൽ എന്ത് ചെയ്യുക? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങിയാണ്. അപ്പോ എന്റെ കംഫർട്ടൻസ് ഇതിനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തുടങ്ങി 1, ഇവിടുത്തെ 1 ആയിട്ടുണ്ടാകും, 2 ആയിട്ടുണ്ടാവും. അതേ സമയത്ത് നമ്മൾ എന്തുകൂടി ചെയ്യേണ്ടി വരും? നമ്മൾ അതേ സമയത്ത് എന്തുകൂടി ചെയ്യണം? നമ്മുടെ സ്റ്റോപ്പ് വാച്ച് മൂവ് ചെയ്യണം. അതിപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അനലോഗ് ആവാം, അല്ലെങ്കിലോ ഡിജിറ്റൽ ആവാം. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ മുതൽ ഇവിടെ 20, അവിടെ 20 ആവുക. അപ്പൊ ഇവിടെ നല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തേ. അപ്പൊ ഇവിടെ പോയിട്ട് ഇവിടെ എത്തുമ്പോ 1, 2, 3 അങ്ങനെ 20 ഓസിലേഷൻ ടൈം എടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ലെങ്ത്തിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യാം? ആ ഒരു ലെങ്ത് ഇപ്പൊ 50 സെന്റിമീറ്ററിൽ ഒന്നുകൂടി അതേ ലെങ്ത്തിൽ എന്ത് ചെയ്യുക? എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. കാരണം നമുക്ക് 2 പ്രാവശ്യം അത് ചെയ്ത് ക്ലിയർ ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക? ഇത് വീണ്ടും അഴിക്കുക, എന്നിട്ട് 50 മാറ്റിയിട്ട് 60 ചെയ്യുക. അപ്പൊ 60 സെന്ററിലേക്കാണ്, താഴേക്ക് എത്ര ഉണ്ടാകും? 60.5 റിലീസ് ചെയ്യുക. അപ്പൊ ടൈം പീരീഡ് ഓഫ് 20 ഓസിലേഷൻ കണ്ടുപിടിക്കാൻ. നോർമലി 20 ഓസിലേഷൻ പറയാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ഓസിലേഷൻ ആണ്, 10 എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി 70 എടുക്കുക, 80 എടുക്കുക, 90 എടുക്കുക, 100 എടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചാൽ ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അറിയോ? 60, 65, 70, 75 അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത് ഫിക്സഡ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ലെങ്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ എടുക്കണം. ഞാൻ 50, 60, 70 ആണ് ചെയ്തത്, അതേ എടുക്കൂലെന്നല്ല. ക്വസ്റ്റ്യനിൽ 60, ചിലപ്പോൾ 65, 70, 75 ഉണ്ടെങ്കിൽ അത് എടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. അപ്പൊ ടൈം പീരീഡ് എടുക്കുമ്പോൾ മനസ്സിലാക്കണം ലെങ്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിലീസ് ചെയ്തെടുത്താൽ തിരിച്ചെത്തുമ്പോഴാണ് 1 ഓസിലേഷൻ, അങ്ങനെ രണ്ടാമത്തെ 2. അപ്പൊ ചിലപ്പോൾ 10 ഓസിലേഷൻ ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞ് 10 എടുത്താൽ മതി. 20 ആണെങ്കിൽ 20. നോർമലി ഞാൻ ചെയ്യിപ്പിച്ചത് 20 ആണ്. അപ്പൊ 20 വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ, എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് കിട്ടിയ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടുകൾ ഒന്ന് ഒബ്സർവേഷൻസ് ഒക്കെ ഒന്ന് നമുക്ക് റെക്കോർഡ് വൈസ് ഒന്ന് കാണാം. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ റിസൾട്ട് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് റീഡിംഗ് എടുത്തു. അപ്പോൾ ഞാനത് റീഡിംഗ് എടുക്കുന്ന വെച്ചിട്ട് ഔട്ട്ലൈൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവർ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു റീഡിംഗ് എടുത്തത് നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് വെച്ച് കാണിക്കുകയാണെങ്കിൽ നോർമലിയുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് റെക്കോർഡും അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിയേ, റേഡിയസ് ഓഫ് ദ ബോബ്, എൻ്റെ കേസിൽ റേഡിയസ് എത്രയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 0.9 സെന്റിമീറ്റർ. അപ്പോൾ അത് വെർണിയറിൽ എടുത്ത് കാണിക്കണം എന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വെർണിയറിൽ അത് കുറേ വെർണിയറിന്റെ പണ്ടത്തെ റീഡിംഗ് ഒന്നും ഫുള്ള് വേണ്ടേ. അപ്പോൾ കുറേ ഡൗട്ട് വരും, വെർണിയർ പണ്ട് ചെയ്ത പോലെ ഫുള്ള് വേണോ? ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു നോക്കിയിട്ട് എത്രയാണ് റേഡിയസ് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, L+R. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ നിന്ന് ട്രയൽ നമ്പർ ഒരു ടേബിൾ കോളം വരുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
സെന്റിയൻ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ബോട്ടം ഓഫ് ബോബ് അതാണ് L+R. ക്ലിയർ ആയ? താഴേക്കാണ് L+R. ഇതാ നോക്കിയേ, ഇത് കണ്ടോ ഞാൻ ഫിഗറോട് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുന്ന ഇതാണ് എത്ര ഡിസ്റ്റൻസ്? L+R. മിഡിലേക്ക് എത്ര മാത്രമാണ്? L ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ എന്ത് ഡൗട്ടാണ് ചോദിച്ചാൽ മതിയേ. അപ്പോൾ അത് L+R ആണ്. അപ്പോൾ രണ്ടാമത്തെ കോൾ ആരാണ്? ലെങ്ത് ഓഫ് പെൻഡുലം, അത് L എടുത്തിട്ടുണ്ട്. ടൈം ഫോർ 20 ഓസിലേഷൻ ആണ് ഞാൻ നോർമലി ചെയ്തത്. അപ്പോൾ അതിന്റെ ടൈമാണ് സ്മോൾ ലെറ്റർ ടി കേട്ടോ, സ്മോൾ ലെറ്റർ ടി. ദെൻ നെക്സ്റ്റ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി ബൈ 20. കാരണം ഞാൻ 20 ചെയ്തുകൊണ്ട്. ഇനി നിങ്ങൾ 10 ആണ് ചെയ്തെങ്കിൽ T/10 ചെയ്താൽ മതി. അപ്പോൾ ക്യാപിറ്റൽ ടി കിട്ടി. ദെൻ നെക്സ്റ്റ് കോളത്തിൽ T², ടൈം പീരീഡിന്റെ സ്ക്വയർ ചെയ്യാം. പിന്നെ അവസാനം ആര്? ലെങ്ത് ഡിവൈഡഡ് ബൈ T² ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് റീഡിംഗ് വരുന്നത് നോക്കിയേ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് 5-6 റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ 50.9, താഴേക്ക് 50.9 ആണെങ്കിൽ അപ്പോൾ ലെങ്ത് എത്രയാ? മിഡിലേക്ക് എത്രയും അത്രയും ഉണ്ടാവുള്ളൂ, 50 ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ താഴേക്ക് റേഡിയസ് 1 ആണെങ്കിൽ 51 എടുക്കണം. അപ്പോൾ മിഡിലേക്ക് എത്രയും ഉണ്ടാവുള്ളൂ? 50 ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കിട്ടിയ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 20 ഓസിലേഷൻ ടൈം നിങ്ങൾക്ക് കാണാം 20 ആണ് ആദ്യം ചെയ്തപ്പോൾ കിട്ടിയത്. രണ്ടാമത് ചെയ്തപ്പോൾ 28.5 കാണുന്നുണ്ട്. അപ്പോൾ മീൻ വാല്യൂ കൊടുക്കുമ്പോൾ 28.25 കിട്ടി. ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂവിനെ ഞാൻ 20 ഓസിലേഷൻ അല്ലേ ചെയ്തത്, 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1.41. നിങ്ങൾ 10 ഓസിലേഷനാണ് ചെയ്തെങ്കിൽ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 20 ചെയ്തതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ. 20 ചെയ്തുകൊണ്ട് ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ 1.41 കിട്ടി. പിന്നെ ഇതിനെ സ്ക്വയർ ചെയ്തപ്പോൾ ഇവിടെ കിട്ടുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? നമ്മൾ ലെങ്ത് ഇല്ലേ, ഈ 50 ഡിവൈഡഡ് ബൈ 1.9 ചെയ്തപ്പോൾ 26.31, അറൗണ്ട് 25-26 അടുത്ത കിട്ടുക. അതൊന്ന് ഓർമ്മിച്ച് വെച്ചോട്ടോ. 25, 26, 24 to 25 റേഞ്ചിലാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് മറ്റൊരു ലെങ്ത്തിലാണ് ചെയ്യുന്നത് 60.9 താഴേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാവും മിഡിലേക്ക് 60 ഉണ്ടാവും. ആ സമയത്തുള്ള 2 ടൈം പീരീഡ്. ഓക്കെ, ആദ്യം 2 പ്രാവശ്യം 2 ട്രയൽസ് എടുക്കുന്നുണ്ട്. 31. അപ്പോൾ മീൻ വാല്യൂ 31 തന്നെയാണ്. ദെൻ ഈ 31 ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ 1.55 കിട്ടി. ഈ വാല്യൂന്റെ സ്ക്വയർ ആണ് 2.4. ദെൻ 60 ഡിവൈഡ് ബൈ 2.4 ചെയ്തപ്പോൾ 25 കിട്ടി. ഇങ്ങനെ 70-ലും 80-ലും 90-ലും 100-ലും ഇങ്ങനെ 6 സെറ്റ് റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ലെങ്ത് എടുക്കണേ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടി പാടില്ല. ഇനി എന്താ ചെയ്യണ്ടേ? ഈ ലെങ്ത് L/T² ഞാൻ മീൻ വാല്യൂ എടുത്ത് വെച്ചു. മീൻ വാല്യൂ ഓഫ് L/T² ചെയ്തപ്പോൾ എനിക്ക് 24.701 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓർമ്മിക്കണേ, ഇതെന്താ യൂണിറ്റ് വരിക? സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ SI യൂണിറ്റിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എത്രയോട് മൾട്ടിപ്ലൈ ചെയ്യണം? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻⁻² വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിൻസിപ്പിളിന്റെ കേസിനായിട്ട് ഇപ്പോൾ പറയുകയാണ്. നമ്മൾ ആക്സിലറുടെ പ്രിൻസിപ്പിൾ ഇതാണ്. ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം L/T² ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൽ L ആരാണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ്. T ടൈം പീരീഡ് ഓഫ് പെൻഡുലം ആണ്. അപ്പോൾ T is equal to 2π√of L/G. ഓക്കെ, ക്യാപിറ്റൽ T 2π√of L/G. അതിൽ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ. ഇത് മാത്രമാണ് നിങ്ങൾ നോക്കുക. സ്മോൾ g is equal to 4π² into L/T². 4π² into L/T². അങ്ങനെയാണ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ L/T² പോലെ, കാരണം 4π² എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ L/T² നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ G is equal to ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. G is equal to ആര് വരുന്നു? 4π² into L/T². അപ്പോൾ 4π² എന്ന് പറഞ്ഞാൽ 4 into 3.14 സ്ക്വയർ into L/T² എത്രയാണ് കിട്ടിയത്? ഇവിടെ 24.701 into 10⁻⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരിക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to എത്രയാണ് വരുന്നത്? 9.74 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് 9.8 ആണ് കിട്ടേണ്ടത് അറിയാം, പക്ഷെ ചെറിയൊരു എററൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. 9.74 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കാൽക്കുലേഷൻ എന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ചില ആൾക്ക് എന്താ കിട്ടുക അറിയോ? ഗ്രാഫ് കൂടി വരക്കാൻ വേണ്ടി പറയും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഒരാൾക്ക് ചിലപ്പോൾ കാൽക്കുലേഷൻ മതി കഴിഞ്ഞു. അപ്പോൾ കുറച്ചാൾക്ക് ഇതിൽ കാൽക്കുലേഷൻ അല്ല L/T² ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് L/T² ഗ്രാഫ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിൽ L ആണ്, Y ആക്സിസിലാണ് T². അപ്പോൾ L-ഉം T² നമ്മൾ തൊട്ട് മുമ്പ് കിട്ടിയ L-ഉം T² വെച്ചിട്ട് ഞാൻ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ ഞാൻ AB/BC എന്നൊക്കെ കൊടുത്തിട്ട് കാണാം. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് ആണ്. ഇവിടെ കിട്ടുന്ന 17.5 സെന്റിമീറ്റർ. സ്ലോപ്പ് എടുക്കുക കേട്ടോ, വളരെ സിമ്പിൾ ആണ്. സ്ലോപ്പ് എടുക്കുക. അപ്പോൾ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് എനിക്കത് AB/BC എന്ന് പറയുന്ന AB എടുക്കുമ്പോൾ AB എന്ന് പറഞ്ഞാൽ എന്താ 17.5 സെന്റിമീറ്ററും BC 0.7. ശരിക്കും പറഞ്ഞാൽ എക്സ് ആക്സിസ് ബൈ Y ആക്സിസ് ആണ് ചെയ്യുന്നത്. AB എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലാണ്, BC Y ആക്സിസിലാണ്. ശരിക്കും ഇതെന്താ? സ്ലോപ്പ് അല്ല, 1 സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? BC/AB ആണ്. പക്ഷെ എനിക്ക് വേണ്ടത് L/T² അല്ലേ? അപ്പോൾ AB/BC. AB കണ്ടുപിടിക്കുന്നു, BC കണ്ടുപിടിക്കുന്നു ഫ്രം ഗ്രാഫ്. AB/BC ചെയ്യുന്നു. AB/BC ചെയ്യുമ്പോൾ 25 നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 25 സെന്റിമീറ്റർ അല്ല, സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്നിട്ട് ഈ കിട്ടിയ വാല്യൂ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താ
കണ്ടുപിടിച്ച് L/T². ഈ L/T² 4π² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് SI യൂണിറ്റിലേക്ക് 10⁻² സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ ആൻസർ എത്ര കിട്ടുന്നുണ്ട്? 9.85 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ ആൻസർ എത്ര കിട്ടുന്നു? 9.85 m/s². ഇനി നമ്മൾ റിസൾട്ട് നോക്കാമല്ലോ. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് L/T² ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ല ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നത്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ് കാൽക്കുലേഷൻ ഒന്ന് 9.74 m/s² ആണ് കിട്ടിയത്. ഈ ഒരു ഗ്രാഫിൽ നിന്നാണോ? ഏത് ഗ്രാഫ്? LT² ഗ്രാഫ്. അപ്പോൾ പഠിക്കണം LT² ഗ്രാഫിന്റെ ഷേപ്പ് ചോദിക്കും വൈവ, അത് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഗ്രാഫിൽ നിന്ന് എനിക്ക് 9.85 m/s² കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റിസൾട്ട് കൂടി കാണാൻ വേണ്ടി പറ്റും, ലെങ്ത് ഓഫ് ദ സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ അതിന് മുമ്പ് എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? സിമ്പിൾ പെൻഡുലം തന്നെയാണ്, പക്ഷേ അതിന്റെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എത്രയായിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം. അങ്ങനെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡ്സ് പെൻഡുലം. അപ്പോൾ ആ ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ ഒരു ഗ്രാഫ് നോക്കിയേ. അപ്പോൾ നമ്മൾ ടൈം പീരീഡിന്റെ സ്ക്വയർ കണ്ട 4t² ആണ്. t² 4 ആണെങ്കിൽ ടൈം പീരീഡ് എത്രയായിരിക്കും? 2 അല്ലേ? അതിന്റെ സ്ക്വയർ ആണ് 4. അപ്പോൾ ആ ടൈം പീരീഡിന്റെ സ്ക്വയർ 4 ആണ്. അങ്ങനെ നേരെ നമ്മൾ ടച്ച് ചെയ്ത് നേരെ ഇവിടെ വരുമ്പോൾ കണ്ടോ ലെങ്ത് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് കിട്ടിയത്, ഈ ഒരു കേസിലേക്ക് കുട്ടിക്ക് കിട്ടിയത് 0.96 മീറ്റർ ആണ്, ഓർ 96 സെന്റിമീറ്റർ ആണ് കിട്ടുക. അപ്പോൾ ശരിക്കും വാല്യൂ ഓർമ്മിച്ചോ, അത് 99 അല്ലെങ്കിൽ നമ്മൾ 1 മീറ്റർ എന്നൊക്കെ പറയുന്നില്ലേ? ഓക്കെ, അറൗണ്ട് 1 മീറ്റർ ഒക്കെയാണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി 0.96 മീറ്റർ ഒക്കെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കറക്റ്റ് വാല്യൂ 0.99 മീറ്റർ ആണ്, ഓർ അപ്രോക്സിമേറ്റ്ലി 1 മീറ്ററിന് അടുത്തൊക്കെയാണ് വരിക. അപ്പോൾ അത് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ടൈം പീരീഡിന്റെ സ്ക്വയർ 4 കിട്ടിയാൽ ടൈം പീരീഡ് 2 ആയിരിക്കും. ടൈം പീരീഡ് സ്ക്വയർ ആണ് 4, ടൈം പീരീഡ് 2 ആണ്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് നേരെ എക്സ് ആക്സിൽ വന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ്സ് പെൻഡുലത്തിൽ ലെങ്ത് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ എയിം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത് കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഔട്ട്ലൈൻ പറഞ്ഞതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വന്ന് ഷുവർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്നും റെക്കോർഡിലേക്ക് വന്ന ഒബ്സർവേഷൻസും കാൽക്കുലേഷൻസും. അപ്പോൾ ഓൾറെഡി എക്സ്പെരിമെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു മോഡൽ തന്നെയാണ്, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം നമ്മൾ ചില എക്സ്പെരിമെന്റ്സിൽ നമ്മൾ ഡിലീറ്റ് ആക്കി നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 24th ക്വസ്റ്റ്യൻ നോക്കിയാൽ 24th 25th രണ്ടും സിമ്പിൾ പെൻഡുലമാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് കേട്ടോ. ഡിറ്റർമിൻ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഫോർ ലെങ്ത് ഏതൊക്കെയാണ്? 70, 75, 85, 90 ആൻഡ് 95 സെന്റിമീറ്റർ യൂസിങ് സിമ്പിൾ പെൻഡുലം. അതുപോലെ തന്നെ പ്ലോട്ട് LT² ഗ്രാഫ് വരക്കണം. അതിൽ നിന്ന് കണ്ട ഫൈൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി യൂസിങ് ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് മാത്രമേ വേണ്ടൂ, അവിടെ തിയറി കാൽക്കുലേഷൻ വേണ്ട. പിന്നെ ശ്രദ്ധിക്കണം 70, 80 വേണ്ട, 85, 90. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, വേണ്ട ലെങ്ത് മാത്രം എടുക്കുക. ഇനി 25th ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോക്കിയാൽ 25th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് സിമ്പിൾ പെൻഡുലം ഡിറ്റർമിൻ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഫോർ 60, 65, 70, 85 ആൻഡ് 90 സെന്റിമീറ്റർ. ഫൈൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ, അപ്പോൾ 24th 25th ക്വസ്റ്റ്യൻ രണ്ടും സിമ്പിൾ പെൻഡുലം റിലേറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാൽക്കുലേഷൻ ചോദിക്കാം അല്ലെങ്കിൽ ഗ്രാഫിൽ നിന്ന് ചോദിക്കാം, LT² ഗ്രാഫ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് എടുക്കുന്നത് കാണിച്ച് തന്നിട്ടില്ല എന്നേലും, അത് വലിയ സംഭവമൊന്നുമല്ല. ഓസിലേറ്റ് വരും തിരിച്ച് ആ ഒരു 20 ആണ്, 20 അവർ 10th ആണ്, 10th ആവുന്ന സമയത്ത് പോസ് ചെയ്യുക, ടൈം നോക്കുക. അപ്പോൾ അതിൽ നിന്ന് എത്ര 20 ആണ്, 20 കൊണ്ട് ഡിവൈഡ് 10 ആണോ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള വൈവ ക്വസ്റ്റ്യൻസ്, LT² ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എന്താണ്, എത്രയാണെന്നുള്ള കാര്യം നമുക്കറിയാം, 9.8 ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ T=2π/L/G ആണ്. ടൈം പീരീഡ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലം വൈവ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ്സ് പെൻഡുലം എന്താണ്? ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എത്രയായിരിക്കണം? 2 സെക്കൻഡ്. The simple pendulum at which time period of simple pendulum 2 seconds ആണെങ്കിൽ such simple pendulum is called seconds pendulum ആണ്. അപ്പോൾ seconds pendulum ലെങ്ത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ആണെന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ക്ലിയർ ആണല്ലോ, സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എക്സ്പെരിമെന്റ്സ് വരും വീഡിയോകളിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.